നമസ്കാരം. ആരാണ് ഈ ഡൊണാൾഡ് ജെ ട്രംപ്? 1946 ജൂൺ 14 ന്യൂയോർക്കിലെ ജമൈക്കൻ മെഡിക്കൽ ഹെൽത്ത് സെൻ്ററിൽ പിറന്നു വീണ കുശാഗ്ര ബുദ്ധിക്കാരൻ. മലയാളത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ 1946 ജൂൺ 14 അത്തം നക്ഷത്രത്തിൽ വൃശ്ചിക രാശിയിൽ എല്ലാം തികഞ്ഞ് പൂജാതനായി. അമേരിക്കയിലെ കൊടീശ്വരനായ ബിസിനസ്സുകാരൻ, ടെലിവിഷൻ അവതാരകൻ. അപ്പോൾ വായ്ത്തൊന്നെല്ലാം വിളിച്ചു പറയാം അന്ന് തന്നെ. പിന്നെ ഇത് രണ്ടാം തവണ US-ൻ്റെ 47ാം പ്രസിഡന്റ്. അമേരിക്കൻ ഐക്യനാടുകളുടെ ഏകാധിപതിയായ ഭരണത്തലവനാകാൻ ജനനവശാൽ യോഗം ലഭിച്ച അദ്ദേഹത്തിൻ്റെ പേര് ചരിത്രത്തിൻ്റെ മറ്റൊരു ഏടിൽ കൂടി എഴുതി ചേർത്തുകൊണ്ടിരിക്കുകയാണ്. ലോകത്താദ്യമായി നൊബേൽ സമ്മാനം തനിക്ക് തന്നെ കിട്ടണമെന്ന് ഒരു നാണവുമില്ലാതെ വൈറ്റ് ഹൗസിനെ കൊണ്ട് ഔദ്യോഗികമായി റെക്കമെൻഡ് ചെയ്തിരിക്കുന്നു ഇദ്ദേഹം. കേട്ടോളൂ. The president has now ended conflicts between Thailand and Cambodia, Israel and Iran, Rwanda and the Democratic Republic of the Congo, India and Pakistan, Serbia and Kosovo, and Egypt and Ethiopia. This means President Trump has brokered, on average, about one peace deal or ceasefire per month during his 6 months in office. It's well past time that President Trump was awarded the Nobel Peace Prize. ഈ ഡൊണാൾഡ് ജെ ട്രംപ് 20ാം നൂറ്റാണ്ടിലാണ് ജീവിച്ചിരുന്നതെങ്കിൽ 1-2 ലോകമഹായുദ്ധങ്ങൾ, കോൾഡ് വാർ, ന്യൂക്ലിയർ യുദ്ധം, ഇൻഡോ പാക് യുദ്ധം, ഇൻഡോ ബംഗ്ലാദേശ് വിമോചന യുദ്ധം, ഇന്ത്യ ചൈന യുദ്ധം, ഇതെല്ലാം പിടിച്ചു നിർത്തിയേനെ. എന്നിട്ട് അന്ന് തന്നെ നോബൽ സമ്മാനം പലവട്ടം അടിച്ചെടുത്തനെ. ഒന്നല്ല പലവട്ടം. ഒട്ടും നാണമില്ലാതെ ഇപ്പോഴിതാ നോബൽ സമ്മാനം നേടാൻ ആദ്യം പാകിസ്ഥാന് മേൽ സമ്മർദ്ദം ചെലുത്തി അവരെ കൊണ്ട് പറയിപ്പിച്ചു. പിന്നീട് ഇതാ വൈറ്റ് ഹൗസ് നേരിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നു. എന്താണ് അതിന് പറഞ്ഞ പ്ലസ് പോയിന്റുകൾ? അധികാരത്തിലിരിക്കുന്ന ഓരോ മാസവും ഓരോ വെടിനിർത്തൽ അല്ലെങ്കിൽ സമാധാന ശ്രമങ്ങൾ ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുകയാണത്രേ. പ്രസിഡന്റായ 6 മാസം കൊണ്ട് തായ്ലൻഡ് കംബോഡിയ യുദ്ധം, ഇസ്രായേൽ ഇറാൻ യുദ്ധം, റുവാണ്ട കോങ്കോ യുദ്ധം, സെർബിയ കൊസോവോ യുദ്ധം, ഈജിപ്ത് എത്യോപ്യ യുദ്ധം, ഒടുവിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവും തടഞ്ഞു നിർത്തിയത്രേ. അവകാശവാദങ്ങളിൽ ടോം ആൻഡ് ജെറി വിട്ടുപോയെന്ന് തോന്നുന്നു. ടോമിനെ എല്ലാ കാലവും അപകട തലങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ജെറി. പിന്നെ സൂപ്പർമാൻ, ബാറ്റ്സ്മാൻ, സ്പൈഡർമാൻ, ഒടുവിൽ ജെയിംസ് ബോണ്ടിനൊരു പ്രചോദനം ട്രംപ് ആയിരുന്നു എന്ന് പറയാൻ ഒരു മടിയുമില്ല ഇദ്ദേഹത്തിന്. പക്ഷേ ഇതൊക്കെ നൊബേൽ സമ്മാനത്തിനുള്ള ആവശ്യത്തിൽ എഴുതി വയ്ക്കാൻ വിട്ടുപോയെന്ന് തോന്നുന്നു. ഇനി സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവാകാൻ നൊബേൽ സമ്മാനം പ്രതിഷേധിച്ചിരിക്കുന്ന ട്രംപ് ചെയ്തു കൂട്ടുന്നത് എന്തൊക്കെയാണെന്ന് വെറുതെ നോക്കാം. പ്രസിഡന്റായ 6 മാസം, ആ 6 മാസം കൊണ്ട് ഈ ട്രംപ് ലോകത്ത് പലയിടത്തുമായി വർഷിച്ചത് 529 ബോംബുകളാണ് ഇതുവരെ. മുൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ കാലത്ത് 4 വർഷത്തെ കാലത്ത് 555 ബോംബുകളാണ് US സൈന്യം പലയിടത്തായി പ്രഹരിക്കാൻ ഉപയോഗിച്ചതെന്നുകൂടി ഓർക്കണം. പിന്നെ പാവങ്ങളുടെ വയറ്റത്തടിക്കുന്ന ആഹാരം മുട്ടിക്കുന്ന സ്ഥിരം പരിപാടി. രോഗശയ്യയിൽ കിടക്കുന്നവൻ്റെ കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിക്കുന്നതിൽ അതിമിടുക്കനാണ് ഈ ട്രംപ്. 14 മില്യൺ മരണങ്ങൾ ഇനി ലോകത്തുണ്ടാകുമെന്നാണ് ഇപ്പോഴത്തെ ആരോഗ്യ ജീവൻ രക്ഷാ സംഘടനകളുടെ കണക്ക്. $16 ബില്യൺ ജീവൻ രക്ഷാ സഹായങ്ങളാണ് ട്രംപ് കട്ട് ചെയ്തത്. മെഡിക്കൽ ക്യാമ്പുകൾ, അടിയന്തര ശസ്ത്രക്രിയകൾ, അടിയന്തര ചികിത്സാ സംവിധാനങ്ങൾ ഇതൊക്കെ നിർത്തലാക്കിയപ്പോൾ ഇനി നടക്കുക 14 മില്യൺ മരണങ്ങൾ. പലസ്തീനിലെ പട്ടിണി മരണങ്ങൾ, ട്രംപിൻ്റെ സുഹൃത്തായ ബെഞ്ചമിൻ നെതന്യാഹു കാട്ടിക്കൂട്ടുന്ന ഗാസ പട്ടിണിക്കൊലതന്ത്രം, അത് കണ്ട് ആർത്തലിച്ചിരിക്കുന്ന ട്രംപിനെയും നാം കണ്ടു. എന്താണ് ഈ ട്രംപ് ലോകത്തിന് ചെയ്തുകൊണ്ടിരിക്കുന്ന വെള്ളരിപ്രാവിൻ്റെ പ്രവൃത്തി? അമേരിക്കക്കാരല്ലാത്തവരെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് അറസ്റ്റ് ചെയ്ത് വിട്ട് കുടുംബങ്ങളെ ഇത്തരത്തിൽ എന്നേക്കുമായി അകറ്റുന്ന, പിരിക്കുന്ന കുട്ടികളുടെ കണ്ണുനീര് കണ്ട് പൊട്ടിച്ചിരിക്കുന്ന ട്രംപിന് നോബൽ സമ്മാനം വേണമത്രേ. ആ ട്രംപ് ഇന്ത്യൻ എക്കണോമി ഈസ് ഡെഡ് എന്ന് ഒരു വാക്ക് പറഞ്ഞപ്പോൾ ഇവിടെ അതിനെ പിന്താങ്ങുകയും പാർലമെൻറ്റിൽ കിടന്നലയ്ക്കുകയും ചെയ്ത ഇടയ്ക്കിടെ അമേരിക്കയിൽ പോകുന്ന നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ ഏത് കാറ്റഗറിയിൽപ്പെടുത്തണം? അതവിടെ നിൽക്കട്ടെ. ഈ ട്രംപിന് എങ്ങനെ നോബൽ സമ്മാനം കൊടുക്കും, എങ്ങനെ കൊടുക്കാതിരിക്കും? കൊടുക്കുന്നെങ്കിൽ എന്തിനു കൊടുക്കും? അങ്ങനെയാണെങ്കിൽ അത് നോബൽ സമ്മാനം എന്നല്ല അതിന് വിളിക്കേണ്ടത്, വയലൻസ് സമ്മാനം എന്ന് വിളിച്ച് അങ്ങനൊരു വയലൻസ് പുരസ്കാരമാകണം ട്രംപിന് നൽകേണ്ടത്. കാരണം ലോകത്തുള്ള കുത്തിത്തിരിപ്പുകളുടെ എല്ലാത്തിൻ്റെയും ഉസ്താദ്, എല്ലാത്തിൻ്റെയും പിന്നിൽ നിൽക്കുന്ന മഹത് വ്യക്തി, എല്ലാ കുത്തിത്തിരിപ്പുകളുടെയും എല്ലാ ആഗോള ഉടായ്പകളുടെയും കണ്ടുപിടുത്തക്കാരൻ, കോർഡിനേറ്റർ, ഇതാണ് ട്രംപിന് ചേരുന്ന പേര്.
അപ്പോൾ ട്രംപിന് ഏറ്റവും ഉചിതം ഒരു വയലൻസ് പുരസ്കാരം തന്നെയാണ്. എന്തായാലും ലോകം തീരുമാനിക്കട്ടെ ഇനി അങ്ങോട്ട് ട്രംപിന് എന്ത് ചെയ്യണമെന്ന്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വിളിച്ചു ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച